ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. സ്വതന്ത്രവും നീതിയുക്തവുമായ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പാലക്കാട് സംഘടിപ്പിച്ച റോഡ് ഷോയിൽ പങ്കെടുത്തു. പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മോദിയുടെ കേരളത്തിലെ ആദ്യ പ്രചാരണ പരിപാടിയായിരുന്നു ഇത്. റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പാലക്കാട്, പൊന്നാനി എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലെ സേലത്ത് ഒരു തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. പൌരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി 3 ആഴ്ച സമയം നൽകി. കേന്ദ്രത്തിന്റെ വിശദീകരണം ഏപ്രിൽ 8-നകം സമർപ്പിക്കണം. കേസ് ഏപ്രിൽ 9-ന് വീണ്ടും കോടതി പരിഗണിക്കും. കേന്ദ്രമന്ത്രിയും രാഷ്ട്രീയ ലോക് ജൻശക്തി പാർട്ടി അധ്യക്ഷനുമായ പശുപതി കുമാർ പരസ് മന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചു. ബീഹാറിൽ രാഷ്ട്രീയ ലോക് ജൻശക്തി പാർട്ടിക്ക് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നാണ് രാജി. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് തന്റെ പാർട്ടിയോട് അനീതി കാണിച്ചെന്ന് ആരോപിച്ച് പരസ് രാജി പ്രഖ്യാപിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഈ മാസം 28-ന് പുറപ്പെടുവിക്കും. 13 സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 26-ന് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. അടുത്ത മാസം 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 5-നാണ് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാട്ടാളി മക്കൾ കക്ഷി പാർട്ടിയുമായി ബിജെപി സഖ്യമുണ്ടാക്കി. 10 മണ്ഡലങ്ങളിൽ പിഎംകെ മത്സരിക്കും. പിഎംകെ സ്ഥാപകൻ എസ് രാമദോസ്, പിഎംകെ അധ്യക്ഷൻ അൻപുമണി രാമദോസ്, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ എന്നിവർ സീറ്റ് വിഭജന ചർച്ചയിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക സംബന്ധിച്ച ചർച്ചകൾക്കായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പി ചിദംബരം, കെ.സി. വേണുഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കർഷകർ, യുവജനങ്ങൾ, വനിതകൾ, തൊഴിലാളികൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകുന്നതായിരിക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രികയെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാവ് അറസ്റ്റിൽ. സംഘടനയുടെ പ്രധാന അംഗമായ ഷെഫീഖിനെ ദേശീയ അന്വേഷണ ഏജൻസിയാണ് അറസ്റ്റ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കാൻ സംസ്ഥാനത്ത് പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു. ഡിജിപി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയത്. പൊതുതെരഞ്ഞെടുപ്പിൽ കള്ളപ്പണത്തിന്റെ സ്വാധീനം ഒഴിവാക്കുന്നതിന് ഇൻകം ടാക്സ് വകുപ്പ് സജ്ജമാണെന്ന് ആദായനികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ ദേബ് ജ്യോതിദാസ്. ഇതിനായി കേരളത്തിലെയും ലക്ഷദ്വീപിലെയും വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും 150ഓളം പ്രത്യേക ടീമിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ വാർഡുതല ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിൽ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഇടുക്കി മാങ്കുളം ആനക്കുളം റോഡിൽ വിനോദസഞ്ചാരികളുമായി വന്ന ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. 11 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 3 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയം ഏപ്രിൽ 3-ന് ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. SSLC മൂല്യനിർണ്ണയത്തിന് 70 ക്യാമ്പുകളും ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിന് 77 ക്യാമ്പുകളും സജ്ജീകരിക്കും. തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ ബാധിക്കാത്ത രീതിയിലായിരിക്കും മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ പ്രവർത്തനം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ നാളെ വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.